ഗണേഷ്, ഗാസ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ കാലാകാലന്തരമായി നടക്കുന്നുണ്ടല്ലേ ഈ ലോകത്ത്. അതിലേറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ളത്. പണ്ട് ചെർണോബിൽ നഷ്ട സ്വപ്നങ്ങളുമായി, അല്ലെങ്കിൽ ചെർണോബിൽ നശിച്ചതുപോലെ ഇന്നിപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ദുരന്തഭൂമി, പ്രേത നഗരമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പുതിയൊരു പ്രേത നഗരം ഉണ്ടായിരിക്കുകയാണ് ഗാസ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗാസയിൽ. എന്തിനാണ് ഇനി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്? വർഷം 1 കഴിഞ്ഞിരിക്കുന്നു, ഒരു 1.5 വർഷം ആകാറാകും അല്ലേ? 1 വർഷത്തിന് മേളിൽ എന്തായാലും ആയി. അവിടെ വെറും ശ്മശാനം പോലെ, അല്ലെങ്കിൽ ഈ മൺകൂനകളും കെട്ടിടാവശിഷ്ടങ്ങളും മാത്രമാണ് ഗാസയിൽ നിന്ന് അവശേഷിക്കുന്നത്. ഗാസ ഒരു പ്രേതനഗരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തിനാണ് അവർ വെടിനിർത്തുന്നത്? എന്താണ് അവിടെ ഇനി അവർക്ക് എന്താണ് മിച്ചമുള്ളത്? എന്താണ് ഗണേഷിൻ്റെ ഒരു അഭിപ്രായം? കുറേ നാളുകൾക്ക് ശേഷം പശ്ചിമേഷ്യയിൽ നിന്നൊരു നല്ല വാർത്തയാണ് വന്നിരിക്കുന്നത്. വെടിനിർത്തൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് ഇസ്രയേൽ കൺഫേം ചെയ്തിട്ടുണ്ട്. 14 മാസമായി തുടരുന്ന യുദ്ധമാണ്. വലിയ രീതിയിൽ ഗാസ ആക്രമിക്കപ്പെട്ടു. ഇനി അവിടെ ഒന്നുമില്ല. കാര്യമായിട്ട് പറഞ്ഞാൽ കുറച്ച് മനുഷ്യർ, വീടും എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട കുറേ മനുഷ്യർ മാത്രമേ ഗാസയിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും 50,000-ൽ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് ഫിഗർ ആണ്, 50,000 കൂടുതലായിരിക്കും. കാരണം ഒരുപാട് മിസൈൽസ് വന്ന് വീഴുന്നത് ഈ അപ്പാർട്ട്മെന്റ്സിലും അങ്ങനത്തെ കോംപ്ലക്സിലൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടപ്പുണ്ടാവും. കുറേ പേര് താഴത്തേക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഫൈനലി അവിടെ ഒരു സൊല്യൂഷൻ ഫോർ ദ ടൈം ബീങ് ഉണ്ടാവുന്നു. പക്ഷേ ഇസ്രയേൽ പറയുന്നത് ഇത് വളരെ കോഷ്യസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇനി അടുത്തത് എന്താകും എന്ന് അവർക്ക് ഭയമുണ്ട്. കാരണം ഹമാസിന്റെ അല്ലെങ്കിൽ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ തീവ്രവാദികൾ കംപ്ലീറ്റ്ലി അവിടെ നിന്ന് എലിമിനേറ്റ് ആയിട്ടില്ല. കാരണം അറിയാലോ, ഗാസ ഒരു 40 കിലോമീറ്റർ മാത്രമുള്ള ഒരു സ്ട്രെച്ച് ആണ്. ഒരു വളരെ ചെറിയ ഭൂമിയാണ്. അവിടെ 40 ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരെ കുറഞ്ഞിട്ടുള്ളൂ. കാരണം ഇവർക്ക് പുറത്തേക്ക് പോകാൻ ഒരു വഴിയില്ല. പക്ഷേ അതിനകത്ത് ജീവനോടെ ഉണ്ടോ? ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. 50,000-60,000 ആൾക്കാരെ ഫോർ ദ ടൈമിംഗ് മരിച്ചിട്ടുള്ളൂ അവിടെ. പക്ഷെ അപ്പോഴും ബാക്കി ആൾക്കാരുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രയേൽ പറയുവാണ് നോർത്ത് ഗാസയിൽ ഇനി ആക്രമിക്കുന്നുണ്ട്, എല്ലാവരും സൗത്തിലേക്ക് പോകാൻ പറയും. അങ്ങനെ ഇവരെല്ലാം സൗത്തിലേക്ക് പോകും. അപ്പൊ ഇവർ പറയും സൗത്തിൽ ആക്രമിക്കാൻ പോയി, നിങ്ങൾ നോർത്തിലേക്ക് പോകാനായിട്ട്. അതായത് നമ്മൾ ഈ മറ്റേ കളിപ്പാട്ടങ്ങളിട്ട് തട്ടുന്ന പോലെ. അതെ, അതാണ് ഗാസയിൽ സംഭവിച്ചത്. പിന്നെ അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ റൊട്ടിക്ക് വേണ്ടിയിട്ട് കിടന്ന് പരക്കം പായുന്ന ആൾക്കാർ, ഭക്ഷണത്തിന് വേണ്ടി റൊട്ടിക്ക് എത്രയോ പ്രൈസ് കൂടിയത് 18 ഇരട്ടി കൂടിയിരിക്കുന്നതായിട്ട്. റൊട്ടിക്ക് 150, ഒരു റൊട്ടിക്ക് അവരുടെ നമ്മുടെ ഇന്ത്യൻ റുപ്പി അനുസരിച്ച് അത്രയും റേറ്റ് കൂട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പട്ടിണി മരണങ്ങൾ നടക്കുന്നുണ്ടോ ഇപ്പോൾ? പട്ടിണി വലിയ രീതിയിലുണ്ട് ഗാസയിൽ. കാരണം അറിയാലോ, ഈജിപ്റ്റ് ആയിട്ടുള്ള ബോർഡർ അടഞ്ഞു കിടക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസ് അവര് കൊടുക്കണ ഈ ഫുഡ് ട്രക്കാണ് കൊടുത്തോണ്ടിരിക്കണേ. അതും പല സ്ഥലങ്ങളിലും എന്താ പ്രശ്നം, അത് ആക്രമിച്ച് അതങ്ങ് എടുക്കുക. പിന്നെ യുണൈറ്റഡ് നേഷൻസ് എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ശക്തന്റെ കയ്യിലായിരിക്കും ഭക്ഷണം ഉണ്ടാവുക. ശക്തരായ മനുഷ്യരുടെ കയ്യിൽ ഭക്ഷണമില്ല. ഈ നെതന്യാഹു പറയുന്നത് മുഴുവൻ അദ്ദേഹം ലോക നന്മയ്ക്ക് പ്രവർത്തിക്കുന്നതാണല്ലോ പറയുന്നത്. അതായത് ലോകത്തുള്ള തീവ്രവാദം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ തീവ്രവാദികളെ കൊന്നൊടുക്കുന്ന ഉദ്ദേശത്തോടെയാണ് പാലസ്തീനെ ആക്രമിച്ചതെന്നും പാലസ്തീൻ ഇങ്ങനെ ഇതുപോലുള്ള ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ ഒളിപ്പിക്കുന്നത് കൊണ്ടാണ് പാലസ്തീനെ അവർക്ക് ആക്രമിക്കേണ്ടി വന്നതെന്നാണല്ലോ അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത്. അപ്പോഴും അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാണ് അവരിങ്ങനെ ശിക്ഷിച്ചത്? അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്കൂളുകളൊക്കെയാണ് എല്ലായ്പ്പോഴും, സ്കൂളുകളും ഹോസ്പിറ്റലുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നെതന്യാഹു ഇതിനൊരു മറുപടി? അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കള്ളത്തരമായിട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ. അദ്ദേഹത്തിന് ആ രാജ്യം പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൂതന്മാരുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടുക എന്നൊരൊറ്റ ഗൂഢലക്ഷ്യത്തിൽ, അല്ലാതെ ഈ പറയപ്പെടുന്ന തീവ്രവാദം മാത്രം നശിപ്പിക്കാനുള്ള നന്മമരമാണോ നെതന്യാഹു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങ് എന്ത് പറയുന്നു ഗണേശനെ കുറിച്ച്? ഒന്ന്, നമ്മൾ ഈ വിഷയത്തെ പറ്റി നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, അവരുടെ രാജ്യത്തെ പറ്റി മാത്രമേ ബോധേഡായിട്ടുള്ളൂ. ഇസ്രയേലിന് ഒരിക്കലും ഇനി ഗാസ അണ്ടർ കൺട്രോളിലാക്കാൻ അവർക്ക് ആഗ്രഹിക്കണില്ല. കാരണം ഭൂമി വരുമ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാരും കൂടെ വരും. അപ്പൊ അത് അവർക്ക് വേണ്ട. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അത് മൊത്തം തകർന്ന് കിടക്കുവാണ്. ആ ഭൂമി കൊണ്ട് ഇസ്രയേലിന് ഒരു പ്രയോജനവും ഇല്ല. ആൾക്കാരെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ല. കാരണം ഇവർ ആന്റഗണിസ്റ്റിക് ആണ്. ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഉറ്റവരും ഉടയവരും അവിടെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജനവിഭാഗത്തിന് എന്നും ഇസ്രയേലിനോട് ദേഷ്യമായിരിക്കും. പിന്നെ മറ്റേ ഈ ഹോസ്പിറ്റൽസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽസിനെയും സ്കൂൾസിനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യണേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗാസ മെട്രോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ കൊച്ചി മെട്രോ പോലെയുള്ള മെട്രോ അല്ല, അടിയിൽ ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ രീതിയിൽ. ഈ 40 കിലോമീറ്റർ ഉള്ള ഈ ഭൂപ്രദേശത്ത് 300 കിലോമീറ്ററിലപ്പുറം ടണലുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പലതും അവിടുത്തെ ആരാധനാലയങ്ങളിലും സ്കൂളുകളിലും
ഈ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇതൊരു സേഫ് ഹാവനായിട്ട് ഇവര് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇവർ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. തങ്ങളുടെ രാജ്യം യുദ്ധമുഖരിതമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നിർമ്മിച്ച് അവർ അത് കണ്ടിട്ടാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതെ, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ തീവ്രവാദികളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഗാസ മെട്രോ ഉപയോഗിക്കുന്നത് തീവ്രവാദികളാണ്. കാരണം ഇതിന്റെ അടിയിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇസ്രയേൽ 100 വട്ടം ചിന്തിക്കും. അപ്പോൾ അതിന്റെ അടിയിൽ ഒളിക്കുവാണെങ്കിൽ ഇവർ സേഫ് ആണ്. പ്രത്യേകിച്ച് ഈ ഹിസ്ബുള്ളകള് ലെബനനിൽ അവരുടെ ചീഫിനെ നസ്രയെ കൊന്നപ്പോഴും അത് ഒരു ഹോസ്പിറ്റലിന്റെ അടിയിലായിരുന്നു അയാളുടെ ബങ്കർ ഉണ്ടായിരുന്നത്. അപ്പോൾ പല ലെയറാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റ ലെയർ അല്ല, ഒരു ലെയറിന്റെ താഴത്ത് വേറെ ലെയർ, അതിന്റെ അടിയിൽ വേറെ. അപ്പോൾ ഇസ്രയേൽ വിടുന്ന റോക്കറ്റുകൾ ഈ ഗ്രൗണ്ട് വരെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന റോക്കറ്റുകളാണ് ഇസ്രയേൽ വിടുന്നത്. കാരണം അതിന്റെ അടിയിൽ ചിലപ്പോൾ ഇനിയും കണ്ടെത്താതെ ഇപ്പോൾ അവര് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് ഹമാസ്. കംപ്ലീറ്റ് ഈ ഏരിയ കംപ്ലീറ്റ് ഇസ്രയേലിന്റെ അണ്ടർ കൺട്രോൾ ആയിട്ട് പോലും ഇസ്രയേലിന് ഇനിയും കണ്ടെത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് ഗാസയിൽ. അതിന്റെ മണ്ണിന്റെ അടിയിലാണ്, നമുക്ക് എല്ലായിടും പോയി കുഴിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കംപ്ലീറ്റ്ലി ഇപ്പോഴും ഈ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവർ ബങ്കറുകൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇനിയും. ഇത് ലെബനനിലും അത് തന്നെ സംഭവിച്ചു. പല ബങ്കറുകളും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയാൽ നശിപ്പിച്ചു. അപ്പോൾ വേറെ ഗത്യന്തരം ഇല്ലാതെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള അവിടെ ഒരു പീസ് ട്രീറ്റി, ഒരു സീസ് ഫയർ ഉണ്ടായത്. അതുകൊണ്ടാണ് അത് പറഞ്ഞു ഹിസ്ബുള്ളയായിട്ട് സമാധാന കരാർ ഒപ്പിട്ടു. അതെ, അത് കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മൾ ഈ പറയപ്പെടേണ്ട ഒരു കാര്യം, ഒന്ന് സിറിയയിലെ അസാദ് റഷീം കൊളാപ്സ് ചെയ്തു. ബേസിക്കലി ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ, ഹിസ്ബുള്ള, സിറിയ. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പണന്റ് തീർന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മൂവ്മെന്റും തീരും. അപ്പോൾ സിറിയ അവസാനിച്ചു. ഇനി ആ വഴി ഈ ഹിസ്ബുള്ളകൾക്കും ഹമാസിനും ഒന്നും ഇനി വെപ്പൺസ് കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഇനി നാച്ചുറലി യുദ്ധം ഇല്ല ഇനി അവിടെ ഇല്ല. കാരണം മറ്റേ ആളെ ജയിച്ചല്ലോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ എതിർക്കാൻ ആരുമില്ല. ഇല്ലെങ്കിൽ പിന്നെ യുദ്ധം ഇല്ല. ഇറാൻ ഒരിക്കലും ഇസ്രായേലായിട്ട് ഡയറക്റ്റ് ഒരു കൺഫ്രണ്ടേഷൻ താല്പര്യമില്ല. ഗണേശന്റെ അഭിപ്രായത്തിൽ ഗാസയുടെ ഒരു ഭാവി എന്തായിരിക്കും ഇനി? ഗാസ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു അറബ് കോയലീഷൻ ഗാസയെ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഇനി ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഹമാസും പലസ്തീനും ഇസ്ലാമിക് ജിഹാദും വരും. കാരണം അവിടെ ആയുധങ്ങളുണ്ട്, അവിടെ മനുഷ്യർക്ക് ഇപ്പോൾ വലിയ രീതിയിൽ ദേഷ്യമുണ്ട് ഇസ്രായേലിനോട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നാച്ചുറലി ഇനിയും ഈ റെസിസ്റ്റൻസ് ആ ഒരു മറ്റേ വെന്ററ്റ ഇങ്ങനെ കൂടി വരുമല്ലോ. അവെഞ്ചിയൻസ് ഇങ്ങനെ വന്ന് അങ്ങനെയാണല്ലോ, അതിനെയാണല്ലോ അവർ വളർത്തിക്കൊണ്ടിരുന്നത്. ഈ പാലസ്തീനികൾ ഇസ്രായേലിനെതിരെ ഒരു കാലഘട്ടത്തിൽ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, കുറെ അധികം ആൾക്കാരെ പാലസ്തീനികളെ ഇസ്രായേലിലേക്ക് കൊണ്ട് ജോലി കൊടുക്കാനൊരു സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര ലക്ഷക്കണക്കിന് പാലസ്തീനികൾ അവിടെ പോവുകയും, പക്ഷേ ആ പോയ പാലസ്തീനികളിൽ എല്ലാവർക്കും ഈ മറ്റേ ഇസ്രായേലിനുള്ള വിരോധം കുത്തിവെച്ചാണ് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരുന്നതെന്നും ഒരുപക്ഷെ പീസ് ട്രീറ്റിലായി പോകേണ്ട പരസ്പരമുള്ള രാജ്യത്തെ ഈ ഒരു പ്രശ്നം കാരണം പിന്നെയും വൈരാഗ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ ഉണ്ടായ എസ്കലേഷന്റെ കാരണം 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആൾക്കാർ ഇപ്പോൾ ഇസ്രായേലിൽ അറ്റാക്ക് നടത്തിയതാണ് ഇപ്പോൾ ഉണ്ടായ എസ്കലേഷൻ. 1000-ലധികം ആൾക്കാർ അവിടെ മരിച്ചു. അതിന് മുമ്പ് ഉൾപ്പെടെ ഈ പലസ്തീനിൽ നിന്ന് ഈ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇസ്രായേലിലേക്ക് ഡെയിലി പോകുമായിരുന്നു. ഇപ്പൊ അത് കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആയി. അത് ഇൻ എ സെൻസ് അത് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സാലറി എത്രയോ 6 മടങ്ങ് സാലറി നല്ല പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞത് ഉത്തർപ്രദേശിൽ നിന്ന് 5600 തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി ഇന്ത്യ ഉൾപ്പെടെയുള്ള 3ാം ലോക രാജ്യങ്ങളിൽ നിന്ന് ഇനി അവിടെ എംപ്ലോയ്മെന്റിന് ആളെ എടുക്കും. അപ്പോൾ അതൊരു സാധ്യത ഇന്ത്യക്ക് അവിടെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഇനി പലസ്തീന്റെ ഭാവി എന്താണെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നാച്ചുറലി ഇനി ഒരു അറബ് കോയലീഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് സൗദി അറേബ്യയോ അല്ല അതുപോലെ രാജ്യങ്ങൾ ഒരു കോയലീഷൻ ഉണ്ടാക്കി. അതെ, കാരണം ഇവർ സമ്പന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു കുറച്ച് ടൈമിലേക്കെങ്കിലും ഒരു ഗവർണൻസ് സ്ട്രക്ചർ അവിടെ ഇമ്പോസ് ചെയ്ത് ഈ തീവ്രവാദം ഇല്ലാതെ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് വലിയൊരു ടാസ്ക്. അറബ് വസന്തം അവിടെ വിരിയുമോ എന്ന് നമുക്കിനി കാത്തിരുന്ന് അറബ് വസന്തം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏത് പോസിബിൾ കൺട്രി ആയിട്ടായിരിക്കും അവർ അങ്ങോട്ട് വരാൻ സാധ്യതയുള്ളത്? UN അതൊന്നും ചെയ്യാൻ പറ്റില്ല. UN ഒന്നും ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി അറിയാലോ, UN ഒരു റബ്ബർ സ്റ്റാമ്പ് ഓർഗനൈസേഷൻ ആണ്. എത്ര പ്രമേയങ്ങൾ ഇവർ പാസ്സാക്കുന്നത്? ഇതിനകത്ത് എവിടെയാണ് എത്ര യുദ്ധങ്ങൾ നടക്കണോ? അർമേനിയ അസർബൈജാൻ തമ്മിൽ യുദ്ധം നടക്കണം, നഗോർണോ കറബാഖിന് വേണ്ടി. യുക്രൈൻ റഷ്യ യുദ്ധം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവർക്ക്? ആ രാജ്യം ഇപ്പം താഴെ ഈ പറയുന്ന ശക്തന്മാര് വളരുകയും മറ്റേ ദുർബലരായ ആൾക്കാർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയും യുക്രൈൻ്റെ അവസ്ഥ, ഈ പറയുന്ന പാലസ്തീൻ, ഗാസ, ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ വെറുതെ എന്തിനാണ് പിന്നെ UN എന്ന് പറഞ്ഞ സംഭവം അല്ലേ? പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാതെ ഒരു ഓർഗനൈസേഷൻ, എല്ലാവർക്കും ഒന്ന് വട്ടം കൂടി ഇരിക്കാനുള്ള ഒരു സ്ഥലം. അതിന്റെ അപ്പുറത്തേക്ക് UN യാതൊരു റെലവൻസും ഇന്ന് ഇല്ല ആക്ച്വലി.
ഓക്കെ, അപ്പോൾ എന്തായാലും യുദ്ധങ്ങൾ ഒരിക്കലും നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് നല്ലതല്ല. ഒരിക്കലും. അപ്പോൾ എന്തായാലും അങ്ങനൊരു തീരുമാനം വന്നതിൽ വളരെ നല്ല കാര്യം തന്നെ. ഗാസയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരുപക്ഷെ അവിടുത്തെ കുട്ടികളും അതൊക്കെ പത്രത്താളുകളിൽ ഒരു ചരിത്രമായി മാറുന്നു. അവരുടെ ആ ഒരു രാജ്യത്തിലൂടെ പോയാൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥയിലൂടെ പോയവർക്ക് മാത്രമേ എന്താണ് അവിടെ യഥാർത്ഥമായിട്ട് അവർ അനുഭവിക്കുന്നതിൻ്റെ ആഴം അറിയാൻ പറ്റുള്ളൂ. പട്ടിണി മരണങ്ങളും വിദ്യാഭ്യാസ ഇല്ലായ്മയും രോഗങ്ങളും എല്ലാം വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തായാലും അവരുടെ നാട്ടിൽ ഒരു വസന്തം ഇനി വിരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഉറപ്പായിട്ടും.